ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാലമായി വീഡിയോ ഇട്ടിട്ട്, ഈവൻ സോങ്സ് ആയിക്കോട്ടെ, വ്ളോഗ് ആയിക്കോട്ടെ. അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് കണ്ണൂരിൽ ഒരുപാട് കണ്ണൂരിനെ പറയുമ്പോൾ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും പൈതൃകവും ഒക്കെ ഉള്ള ഒരു നാടാണ് കണ്ണൂർ. തെയ്യം, തിറ, അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു നാടാണ് നമ്മുടെ കണ്ണൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയതും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കണ്ണൂർ തന്നെയാണ് കേട്ടോ. ആൾക്കാരായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, എല്ലാം. അപ്പം ഇന്ന് അതുപോലെ കണ്ണൂരിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അതിൽ ഞാൻ കുറേയൊക്കെ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുമുണ്ട്. അപ്പം ഇന്ന് അതുപോലെ സ്പെഷ്യലായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂരിൻ്റെ ഒരു ഐക്കോണിക് പ്ലേസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന കൊട്ടിയൂരിലാണ് നമ്മളിന്ന് പോകുന്നത്. കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളുള്ളൊരു സ്ഥലമാണ്. ദക്ഷയാഗം നടന്നിട്ടുള്ള സ്ഥലമാണ് കൊട്ടിയൂർ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതായത് ശിവന്റെ സ്വയംഭൂവായിട്ടുള്ള ഒരു എന്താ പറയുക സ്ഥലമാണ് കൊട്ടിയൂർ. ഈ അമ്പലത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഈ ഉത്സവത്തിന്റെ സമയം മാത്രമേ ഈ അമ്പലം തുറക്കുള്ളൂ. ബാക്കി എല്ലാ അമ്പലത്തിലും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത്, ഉത്സവത്തിന്റെ സമയത്ത് കുറച്ചുകൂടി സെലിബ്രേഷൻസ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഡിഫറൻസ് ഉണ്ടാവുക. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവിടെ ഉത്സവത്തിന് മാത്രമേ ഈ അമ്പലം തുറക്കുള്ളൂ. അതും ഈ ഒരു ജൂൺ ജൂലൈ സമയം. അപ്പം മഴയായിരിക്കും. അവിടെ നമുക്ക് നടക്കാനുള്ള വഴികളോ അങ്ങനെയൊന്നുമില്ല. വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ ഈ അമ്പലത്തിന് പ്രദക്ഷിണമൊക്കെ വെക്കേണ്ടത്. അത് ചിലപ്പം കാലുവരെ ആയിരിക്കും, ചിലപ്പോൾ അരവരെ ആയിരിക്കും. അത് ഡിപ്പെൻസ്, മഴയുടെ അളവ് പോലെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ അമ്പലത്തിൽ തൊഴാനൊക്കെ. അതായത് വെള്ളത്തിൽ കൂടെയൊക്കെ നടന്ന് അങ്ങനെയൊക്കെ വേണം. അതുപോലെ തന്നെ കുറേ കാട്ടിലൂടെയൊക്കെയാണ് നടക്കേണ്ടത്. ഈ കണ്ണൂർ വയനാട് റോഡിലാണ് കൊട്ടിയൂർ ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂരേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പോവാം. അക്കരെ കൊട്ടിയൂരാണ് നമുക്ക് ഉത്സവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അക്കരെ കൊട്ടിയൂരേക്കാണ് പോകുന്നത്. ആ പുഴയുടെ പേരെന്തായിരുന്നു? ബാവലി പുഴയുടെയാണ് അക്കരെ ഇക്കരെ എന്ന് പറയുന്നത്. ഈ രണ്ട് അമ്പലങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അക്കരെ ഇക്കരെ. അക്കരെയാണ് നമുക്ക് ഉത്സവം. ഇക്കരെ കൊട്ടിയൂര് ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഓപ്പൺ ആവില്ല. അല്ലാത്ത സമയത്ത് ഇക്കരെ കൊട്ടിയൂര് ഓപ്പൺ ആയി സാധാ അമ്പലങ്ങൾ പോലെ പൂജകളൊക്കെ നടന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എനിക്കറിയാവുന്ന വളരെ ചെറുത്. ഇതൊക്കെ എന്താണെന്ന് വളരെ ചെറിയൊരു നോളജാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി വിട്ട് ഏകദേശം തളിപ്പറമ്പ് എത്തിയപ്പോഴാണ് ഞാനും അമ്മയും ആ സത്യം മനസ്സിലാക്കിയത്. അതായത് നമ്മൾ രണ്ടുപേരും ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മളെന്തെങ്കിലും സാധനമൊക്കെ എടുക്കാൻ മറക്കുന്നു എന്നുള്ളത് സാധാരണ. അതും എന്നെപ്പോലെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ മറന്നു എന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് തിങ് ആയിപ്പോയി. കാര്യമൊന്നുമില്ല, ജിമ്മ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഡിലേ. അപ്പോൾ പിന്നെ വിശന്നില്ല. പിന്നെ വണ്ടി കയറി കുറച്ച് ട്രാവലൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിച്ചില്ല എന്നുള്ളത് മനസ്സിലായത്. അതുകൊണ്ട് ഇവിടുന്ന് പലൂതയെന്ന് നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസ്, അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നോണൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, ആ ഗ്ലാസ് ഒന്ന് പൊക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒരു ചിക്കു ഷേക്കും പറഞ്ഞു. പിന്നെ നമുക്കത് കഴിക്കാം. എൻ്റെ വണ്ടിയിൽ എൻ്റെ വല്യമ്മയും മൂത്തച്ഛനും വണ്ടി കയറി. അപ്പോൾ അവരൊന്ന് ഹൈ പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി. ഇനി കുറച്ച് പേര് കൂടെ ഉണ്ട്. അവർ വേറെ വണ്ടിയിൽ വരും, നമ്മുടെ ഇടയിൽ വെച്ച് ജോയിൻ ആവും. അപ്പം ശരി, കഴിക്കട്ടെ. നല്ല ഫോട്ടോസ് മുതമേ നമ്മൾ പോകുന്നുണ്ട്. നമ്മള് ബാഹുബലി സിനിമയില് അനുഷ്ക ശർമ്മയുടെ എൻട്രി ഇല്ലേ, ഒരു കാട്ടിന്റെ ഉള്ളിൽ നിന്ന്, ആ എൻട്രി വന്നിട്ട് ഈ ഏരിയയിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത്. ആ കാടിന്റെ പേരെന്താണ് അറിയാം നമുക്ക്? അതെനിക്കറിയില്ല. നമുക്ക് രാജമൗലി വരെ വന്ന സ്ഥലം നോക്കൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ഇത്രയും സമയം അമ്മ വണ്ടി എടുത്തേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി ഞാനെടുക്കാം. നമ്മുടെ ഫ്രണ്ടിലുള്ളത് ചിറ്റിയും പാപ്പന്റെയും വണ്ടി കേട്ടോ.
നമ്മൾ 2 ഫാമിലിയാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 15 മിനിറ്റ് ആയിട്ട് ഈ ബ്ലോക്കിലാണ് ഗൈസ്. ക്ലച്ച് അമർത്തി എൻ്റെ പണിപ്പാട് തീർന്നു. എന്തോ ഭാഗത്തിന് അത്ര വലിയ മഴയില്ല വരുന്ന വഴിയിൽ. ക്ലച്ച് ചവിട്ടി എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പം നിങ്ങൾക്കുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എടുക്കുക വണ്ടി. അപ്പോൾ നമ്മൾ കൊട്ടിയൂരെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. മഴ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് മഴ, ചെറിയ മഴ, വലിയ മഴ ഒന്നും പെയ്യല്ലേ. നല്ല മഴയായി ഗൈസ്, നല്ല മഴയായി. എനിക്ക് എല്ലാ അമ്പലങ്ങളിലും ഇരുട്ടിൽ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അത് സാധിച്ചു. പക്ഷെ മഴയത്ത് കാണണമെന്ന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നില്ല. അത് മഴയാണ്. നമ്മളിതോ പുഴയുടെ സൈഡിൽ കൂടെ നടക്കുക. ഇവിടുത്തെ കല്ല് രണ്ടും കൂട്ടി ഉരച്ചു കഴിഞ്ഞാൽ ചന്ദനം കിട്ടുന്ന പറയുന്നത്. എന്താ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയില്ല, വിശ്വാസമാണോ എന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ആ കല്ലല്ല, അല്ല അത് കഴുകണോ? എന്നാലും ചക്കിട്ടു വെള്ളമായി പോയി. ഫ്രഷ് കല്ലാണ്. ഇത് ചളിയാണോ അറിയില്ല. പക്ഷെ ഇവിടുത്തെ മൊത്തത്തിൽ എല്ലാരും പറയുന്നത് ഇത് കൊട്ടിയൂര് മാത്രം. ഇതിന്റെ സയന്റിഫിക് സാധനങ്ങൾ എന്താണെന്ന് അറിയില്ല. നാട്ടിൽ നമ്മൾ ഇതേപോലത്തെ കല്ല് ഉറച്ചു കഴിഞ്ഞാലൊന്നും ഇങ്ങനത്തെ സാധനം കിട്ടൂല. ഇതാ കണ്ട ചന്ദനം. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തി. എന്തൊരു തിരക്കാണല്ലേ. ആ ഓല മേഞ്ഞിരിക്കുന്ന ആ ഒരു ഷെൽട്ടറിൻ്റെ താഴെ കേട്ടോ ശരിയായ ശിവൻ്റെ വിഗ്രഹം, സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠ ഉള്ളത്. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ തോർത്ത് കാണാം. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ആ നേരത്തെ ഞാൻ കാണിച്ച ആ പുഴയിൽ മുങ്ങിയിട്ട് വേണം ഈ അമ്പലത്തിൽ വന്ന് തൊഴാൻ. അപ്പോൾ ഈ മുങ്ങുക എന്ന് പറയുന്നത് എല്ലാവരും മുങ്ങുന്നൊന്നുമില്ല. ഇപ്പം ഞാനൊന്നും മുങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് തലയിൽ കൂടെ ഒന്ന് ജസ്റ്റ് വെള്ളമാക്കിയതേ ഉള്ളൂ. അങ്ങനെ ഈ ആ അമ്പലത്തിന് ചുറ്റും നമ്മൾ 3 തവണ ആ വെള്ളത്തിൽ കൂടെ പ്രദക്ഷിണം വെക്കണം. അങ്ങനെയൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ആചാരങ്ങൾ കേട്ടോ. ഇതാ ഇതേപോലെ നമ്മളെല്ലാവരും ഇങ്ങനെ വലം വെക്കണം 3 പ്രാവശ്യം. ആ 3 പ്രാവശ്യവും നമ്മൾ ഈ വലം വെക്കുന്നത് ഈ വെള്ളത്തിൽ കൂടെ കേട്ടോ. ഓം ശംഭോ ശിവശംഭോ സ്വയംഭോ. ഇത് കുടിവെള്ളം അല്ലേ? നല്ല വെള്ളം. ആ ഇപ്പം ഞാൻ സൂം ചെയ്തിരിക്കുന്ന ആ സ്പേസിനാണ് ശിവൻ്റെ സ്വയംഭൂ ആയിട്ടുള്ള നമ്മൾ വിഗ്രഹമായിട്ട് കണക്കാക്കുന്ന ആ ഒരു പ്ലേസ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ തൊഴുതിറങ്ങി. ഒരു വല്ലാത്തൊരു ഫീലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏത് സ്പേസിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. ഇവിടെയാണ് സതീദേവി അഗ്നിയിൽ വീണത്, ചാടിയത്. ഈ തിരി ഇങ്ങനെ കത്തുന്നത്. നമുക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഓല മേഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഓല കൊണ്ടാണ് മേഞ്ഞിട്ടിരിക്കുന്നത്. ഓ ഇതൊക്കെ ഓരോ സമുദായത്തിനും ഓരോരോ ഈ ഓല മേഞ്ഞിട്ടുള്ള പോര. ഈ ഇപ്പൊ സമയം എത്രയാണ്? 8:54 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 9 മണി. എന്നിട്ട് ഇവിടുത്തെ തിരക്ക് നോക്കും. കൊട്ടിയൂരിന്റെ ശരിയായ ഐതിഹ്യം ഞാൻ കുറച്ച് എന്തൊക്കെയോ ബ്ലണ്ടേഴ്സ് ആണ് പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ആപ്പൻ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഒരു പുണ്യഭൂമിയായിട്ടാണ് കരുതുന്നത്. പുരാണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള സതി ദക്ഷയാഗം കഴിഞ്ഞിരിക്കുന്ന
സതി ആത്മഹൂതി ചെയ്ത സ്ഥലം ആണ് കൊട്ടിയൂർ. ദക്ഷിണകാശി എന്ന് പറയും കൊട്ടിയൂരിന്. അതായത് ദക്ഷപ്രജാപതി, സതീദേവിയുടെ അച്ഛൻ ദക്ഷപ്രജാപതി അന്ന് അയാളുടെ ഭരണകാലത്ത് പ്രജാപതി ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും ഇവിടെ വെച്ച് യാഗം നടത്തി എന്നാണ് പറയുന്നത്. ആ യാഗത്തിൽ സതീദേവിനെ പങ്കെടുപ്പിക്കുന്നില്ല. കാരണം സതീദേവിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജടാധാരിയും പാമ്പിനെ അണിയുന്നവനും പുലിത്തോലെടുക്കുന്നവനും ഭസ്മധാരിയുമായ ശിവനായതുകൊണ്ട് ശിവന ദക്ഷന് തീരെ തൃപ്തിയല്ല. ദക്ഷ പ്രജാപതിയാണ്. അതുകൊണ്ട് തന്നെ ശിവന ഇഷ്ടമല്ലാതെ കൊണ്ട് ആ യാഗത്തിലേക്ക് മറ്റ് സകല ദേവന്മാരെയും 30 കോടി ദേവന്മാരെയും ക്ഷണിച്ചപ്പോൾ ശിവനെ മാത്രം ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവൻ ആ യാഗത്തിൽ പങ്കെടുക്കുന്നില്ല. പകരം ക്ഷണിക്കാതെ കൊണ്ട് തന്നെ ശിവൻ്റെ ഭാര്യ സതീദേവി ഈ യാഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയും അപ്പോൾ യാഗത്തിന് പങ്കെടുപ്പിച്ചില്ലെങ്കിൽ, അച്ഛൻ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ ഞാൻ തിരികെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യാഗസ്ഥലത്തേക്ക് പുറപ്പെടുന്നത്. യാഗസ്ഥലത്തെത്തുമ്പോൾ ദക്ഷപ്രജാപതി സതീദേവിയെ ഒരുപാട് വഴക്ക് പറയും. അത് കേട്ട് ഈ ദേവന്മാരുടെ മുന്നിൽ നിന്നുള്ള വഴക്ക് കേട്ടതുകൊണ്ട് തന്നെ സതീദേവി വൈകാരികമായിട്ട് മനസ്സിലതൊരു തൻ്റെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞതുകൊണ്ട് തന്നെ ആ യാഗത്തിലേക്ക് ആത്മഹൂതി ചെയ്യും. അങ്ങനെയാണ് സതി ആ യാഗം മുടങ്ങുകയില്ല. ഈ ആത്മഹൂതി ചെയ്ത വിവരം സാക്ഷാൽ പരബ്രഹ്മമായിരിപ്പോൾ ഒരു മഹാദേവൻ അറിയുകയും മഹാദേവൻ കോപം കൊണ്ട് വിറക്കുകയും അങ്ങനെ ശിവതാണ്ഡവമാടുകയും ചെയ്യുന്നത് ജടപറച്ചെറിയുന്നുണ്ട്. അങ്ങനെ ശിവൻ്റെ കാരാഗണങ്ങൾ, ഭൂതഗണങ്ങളടക്കം നന്ദൻ, നന്ദികേശനും, ഖണ്ഡനും, കർണനും അടക്കമുള്ള ഭൂതഗണങ്ങൾ പുറപ്പെടുകയും ആ യാഗം മുടക്കുകയും ഈ ദക്ഷപ്രജാപതിനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയ സംഭവമായി. ആ കൊല്ലം യാഗം മുടങ്ങിയല്ലോ. അപ്പോൾ ദേവന്മാരെല്ലാം കൂടി അതിനൊരു പരിഹാരം വേണ്ടിയിട്ട് ഈ ദക്ഷപ്രജാപതിക്ക് വീണ്ടും ജീവൻ കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരാടിനെ കൊത്തിയിട്ട് ആടിൻ്റെ തലയെടുത്തിട്ട് ഈ ദക്ഷനെ തലക്ക് വെച്ചിട്ട് യാഗം പൂർത്തീകരിക്കുകയായിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കൊട്ടിയൂർ എന്ന രീതിയിൽ വൈകാരികമായിട്ട് കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തിയത് കുറിച്യർ വിഭാഗത്തിലെ, അതായത് പഴശ്ശിരാജയുടെ കുറിച്യർ വിഭാഗം സേനയിൽപ്പെട്ട കുറിച്ച് വംശരാണ്. ഇത് കാട്ടിൻ്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. വളരെ ഇപ്പം തന്നെ ഇത് ഇങ്ങനെയാണെങ്കിൽ ആ കാലത്ത് ഇത് കണ്ടെത്തിയത് വളരെ കൊടുങ്കാട്ടിനുള്ളിൽ ആ കുറിച്യർ വന്നിട്ട് അവരെ അമ്പ് ഇങ്ങനെ എയ്യുന്നതിന് അമ്പണക്കുമ്പോൾ ഇവിടെയില്ല ഈ സ്വയംഭൂവായിരിക്കും ഒരു ശിവലിംഗത്തിന് കൊള്ളുകയും അതിൽ നിന്ന് ചോര വരികയും ചെയ്യുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ചോര വന്നത്, ആ ചോര നിൽക്കാൻ അന്നത്തെ കോട്ടയം വാഴുന്ന തമ്പുരാനും പ്രജകളടക്കം നിന്നിട്ടും അത് എങ്ങനെ നിർത്തുമെന്ന് ആലോചിച്ചതിന് ശേഷം ഒരുപാട് ഉപായം ചെയ്തതിന് നിർത്തില്ല. അങ്ങനെയാണ് അവസാനം തണ്ടന്മാരുടെ തീയന്മാരുടെ ഇളനീര് കുത്തിയിട്ട് ഇളനീര് വെള്ളം പോർന്നുകൊണ്ടാണ് ഇത് നിർത്തലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് പറഞ്ഞു വരുന്നത് കേൾക്കുന്നത്. പല കഥകളുണ്ട്, അതിലൊന്ന് കേട്ടതാണ് അത്. അങ്ങനെ കണ്ടെത്തിയതാണ്, കുറച്ച് രൂപക്കാരാണ് ഇത് കണ്ടെത്തിയിട്ട്. ഇതിന് ഇന്നും ശരിയായ ഇതിൻ്റെ ലാസ്റ്റിൽ അവർക്ക് കുറേ ചടങ്ങുകളുണ്ട്. കലംവരവോട് കൂടിയിട്ട് സ്ത്രീകൾ വരൂല. അതിനുശേഷം പിന്നെ ഇവിടെ രാത്രി ഗൂഢമായ പൂജകളുണ്ട്. ആലിംഗന പൂജയുണ്ട്. അതിന് മുന്നേ കുർമാത്തുള തന്ത്രീൻ്റെ അയാൾക്ക് എല്ലാ കൊല്ലവും വരാൻ കഴിയില്ല. അയാളെ അമ്മ മരിച്ച ഒരു ദിവസം വരും. അപ്പോൾ ഈ ശിവലിംഗത്തിന് കെട്ടിപ്പിടിച്ചിട്ട് പൂജ കഴിയും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് സവിശേഷതയുള്ള ഒരു സ്ഥലക്കൂറാണ്. നാനാജാതി മതസ്ഥരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ശാലി വിഭാഗത്തിൽപ്പെട്ടവർ നൂല് കൊണ്ടുവരണം, എണ്ണ വിഭാഗത്തിൽപ്പെട്ടവർ മറ്റേ എണ്ണ കൊണ്ടുവരണം, നെയ്യമൃത് കൊണ്ടുവരണം, പിന്നെ അരി അളവുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എല്ലാ ആൾക്കാരും ഈ യാഗഭൂമി, ഈ സ്ഥലക്കൂറ് എത്തിയാലേ ഈ യാഗം പൂർത്തിയാവില്ല. അതുകൊണ്ട് വ്യത്യസ്ത ജാതിക്കാർക്ക് ഇവിടെ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് ഈ ഒരു തിരുവൻചിറ എന്ന് പറയുന്നത് ഈ വാവലിപ്പുഴയിൽ നിന്നും കൈവഴിയായിട്ട് വെള്ളം ഈ ചിറയിലുള്ളിൽ ഒഴുകുകയും ഇതിനിങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലമാണ്. ഇത് കുറച്ച് വിഭാഗത്തിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കോട്ടയം മണത്തടയിൽ നിന്നാണ് ഇതിൻ്റെ ഭണ്ഡാരം വരവ്. ഇതൊന്നും ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ഒരാളും ഇവിടെ ലാസ്റ്റ് ദിവസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് കംപ്ലീറ്റ് മുഴുവൻ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അക്കരയ്ക്ക് എഴുന്നള്ളിക്കും.
ഇതിൻ്റെ ഈ ലാസ്റ്റ് ദിവസം മകംവരവ് സ്ത്രീകൾ ഈ ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് ഈ കണ്ണിമേലെടുത്തിട്ട് ഈ ചുട്ടു പൊട്ടികൾ ഇതെല്ലാം ഈ കയ്യാലകൾ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ പർണശാല ഈ കയ്യാല ആക്കിയത് താൽക്കാലികം മാത്രമാക്കുന്നതാണ്. ഈ ഉത്സവത്തിന് മാത്രമായിട്ടാണ് ഈ കരിമ്പാലന്മാർ അവർ വന്നിട്ടാണ് ഈ ഓല വാങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യുക. ഈ നിലവിൽ കാണുന്ന ഇതൊക്കെ പൊളിച്ചിട്ട് ലാസ്റ്റ് ദിവസം എല്ലാം പൊളിച്ചിട്ടിട്ടാണ് പോവുക. ഒന്നും ഉണ്ടാവില്ല. ഇത് ഓപ്പണായ ഒരു സ്ഥലമായിരിക്കും. പിന്നെ കാട് കയറി മൂടിയിട്ട് പിന്നെ അടുത്ത വർഷം ഇതിൻ്റെ സമയം ഇത് അന്നേരം ഈ സമയത്ത് ജനങ്ങളുടെ വരുള്ളൂ. ഈ ഉത്സവത്തിന് മാത്രമേ ജനങ്ങളുടെ വരുള്ളൂ, തുറക്കൂല കയറുള്ളൂ. ഇതിപ്പോൾ ലാസ്റ്റ് ദിവസം അഷ്ടബന്ധം ഇട്ടിട്ട് ഈ ശിവലിംഗത്തിന് അഷ്ടബന്ധം ഇട്ട് മൂടുക. പിന്നീട് അടുത്ത കൊല്ലം വന്നാലേ അത് തുറക്കൂല, അത് എടുത്തു മാറ്റിയിട്ട് ഉത്സവം തുടങ്ങും. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള കേരളത്തിലെ മറ്റേത് ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായിക്കൊണ്ട് ഒരുപാട് സവിശേഷതയുള്ള ഒരുപാട് ദിവസങ്ങളിലെ പൂജകൾ, വ്യത്യസ്തങ്ങളായ പൂജകളിലെ ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ എന്നാ പറയാനുള്ളത്. രോഹിണി ആരാധന, രേവതി ആരാധന, അങ്ങനെ ഇളനീരാട്ടം, ഇളനീർ വെപ്പ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചടങ്ങുകളോട് ഉൾക്കൊള്ളുന്ന ഒരു നിഗൂഢമായ ഒരു സ്ഥലമാണിത്. ഘോര വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിലുള്ളത്. ഇപ്പോഴാണ് ക്രിസ്ത്യൻ കുടിയേറ്റത്തിന് ശേഷമാണ് ഇതിനിങ്ങനെ തെളിഞ്ഞു വന്നിട്ടത്. അതാണ് സംബന്ധിച്ച് പറയാനില്ല. പണ്ടൊക്കെ നടന്നിട്ട് തന്നെയാണ്. ഇന്നും ഇളനീർ വെപ്പ് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഘടകം. ആ ഇളനീർ വെപ്പതിന് ശേഷം ഇളനീരാട്ടമുണ്ട്. ആ ഇളനീര് തണ്ടാന്മാരെ കൊണ്ടുവരുന്ന ഇളനീര് ചുമലിട്ടിട്ട് നടന്നിട്ടാണ് വരിക. ഇന്നും നടന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഇളനീർ വെക്കും. ആ ഇളനീരെടുത്ത് ആടിയിട്ടാണ് അഭിഷേകം നടത്തുക. അതാണ് പൊതുവായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഇതിൻ്റെ വിവരണം. അപ്പൻ ഇവിടെ അതായത് നമ്മളെ പാപ്പൻ്റെ മോള് അച്ചു ഉണ്ടാവാൻ കുറേ ഒരു 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവൾ ഉണ്ടാകുന്നത്. അപ്പം പാപ്പൻ്റെ ഒരു ശേഷം നേർച്ച ഉണ്ടായിരുന്നു. മോള് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ശയനപ്രദക്ഷിണ ചെയ്യാം. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ തിരയണം. അപ്പൊ പാപ്പൻ ഈ വെള്ളത്തിലൂടെ ഇതിന്റെ ചുറ്റും എത്ര തവണ ശയനപ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ സന്തതിയാണ് കേട്ടോ ഇത്. ഒരു ഹായ് പറഞ്ഞ മോളെ നല്ല അറിയുന്നുണ്ടോ? ആനയുണ്ട് ഇവിടെ, രണ്ടാന. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ഷീണം മാറാൻ വേണ്ടി ഒരു ലൈം സോഡ അങ്ങ് കുടിച്ചു. ഇനിയാണ് ഈ ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ അമ്പലം ദർശനത്തിൻ്റെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ചന്ത തുക്കൽ. കണ്ണൂരിൽ ഇങ്ങനെ പറയാം, ചന്ത തുക്കൽ എന്നുവെച്ചാൽ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കാൻ. എനിക്കിതൊന്നും വാങ്ങിയിട്ടില്ലേലും കുഴപ്പമില്ല, എനിക്കിതെല്ലാം കണ്ടാൽ മതി. കണ്ടാൽ തന്നെ എൻ്റെ മനസ്സ് നിറയും. മഴ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ സൈഡിൽ ചളി വെള്ളമൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഗുഡ്. ഇങ്ങനെ ഈ ഒരു കളർഫുള്ളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമഴയാണ്. ഒന്നും വാങ്ങാൻ പറ്റില്ല, വാങ്ങാൻ പറ്റുന്ന ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഒരു സന്തോഷം, ഒരു മനസ്സുഖം. അങ്ങനെ ഈ ചന്തയൊക്കെ കണ്ട മനസ്സംതൃപ്തി അടഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നു. ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചു, ഇത്രയും വാങ്ങിച്ചു. എനിക്ക് കമ്മലല്ല, എനിക്കിതെല്ലാം കണ്ടാൽ മതി. ചായ ചോറ് അല്ലേ?